എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ തലക്കനമുള്ളവനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഗർവുള്ളവനാണ്, ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെയാണ്. റീസെന്റ് ഞാനൊരു സിനിമാ താരത്തെ കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മദർ എന്നോട് പറഞ്ഞു തരാം, മോനെ മമ്മൂട്ടിയുടെ വിശേഷം ചോദിക്കി, എങ്ങനെയുണ്ടെന്ന് ചോദിക്കി. ഞാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയും. കാരണം അദ്ദേഹം ക്യൂറായി തുടങ്ങി എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം. പക്ഷേ ഞാൻ അന്നേരം ചോദിച്ചത് കലാഭവൻ നവാസിന്റെ വീട്ടിലെ അവസ്ഥ കേട്ടോ, രഹനയുടെ അവസ്ഥയൊക്കെയാണ് ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചത്. പഴയതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ കാണാനുണ്ട്. ഭയങ്കര സോഷ്യലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ആൾക്കാരോട് ചിരിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഫീലുണ്ട്. എയർപോർട്ടിലൊക്കെ നടന്നു പോകുമ്പോൾ ആൾക്കാരെ കുട്ടികളിലൊക്കെ തലയിലും കവളത്തൊക്കെ തലോടി പോകുന്ന ഒരു സീൻ കാണാനുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിനുള്ള നന്മയുണ്ടാവും. ഓരോരുത്തരുടെ സ്വഭാവമല്ലേ പരിക്ക സ്വഭാവം. അതിനർത്ഥം അവരുടെ ഉള്ളിൽ നന്മയില്ലെന്നോ അവര് മനുഷ്യത്വമില്ലെന്നോ ആയിരിക്കില്ലല്ലോ.